രണ്ട് വമ്പൻ സർപ്രൈസിലാണ് ആരാധക മുന്നിൽ ഇന്നേ ദിവസം എത്തിയത്. ഒന്ന് മോഹൻലാലിന്റെ പ്രഖ്യാപനമായിരുന്നു. കാരണം എമ്പുരാനിൽ മാത്രം ഒതുങ്ങില്ല നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നത് മറ്റൊരു മോഹൻലാൽ വിസ്മയം കൂടി ഉണ്ട് എന്നത്. മോഹൻലാൽ ആരാധകർക്ക് ഇരട്ടി മധുരവുമായി പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. എമ്പുരാൻ ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രം തുടരുമിന്റെ ട്രെയിലർ റിലീസ് സംബന്ധിച്ചാണ് അത്. തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ രാവിലെ 10-ന് പുറത്തെത്തും. കാത്തിരിപ്പ് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ചിത്രമായ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നതിന്റെ തലേ ദിവസമാണ് തുടരും ട്രെയിലർ എത്തുന്നത് എന്നതും കൗതുകമാണ്. അപ്പോൾ എമ്പുരാൻ തിയേറ്ററിൽ കളിക്കുമ്പോൾ തുടരും എന്ന ചിത്രത്തിന്റെ ട്രെയിലറും അതിനൊപ്പം ഉണ്ടാകും. കൂടാതെ മമ്മൂക്കയുടെ ബസൂക്കയുടെ ട്രെയിലറും വരാൻ ഒരുങ്ങിയാണല്ലോ, അതും നാളെ തന്നെ എത്തുകയാണ്. ബസൂക്കയുടെ ട്രെയിലർ എത്താൻ പോകുന്നത് വൈകുന്നേരം 8 മണിക്കാണ്. തുടരും എന്ന ചിത്രത്തിന്റെ ട്രെയിലർ എത്താൻ പോകുന്നത് രാവിലെ 10 മണിക്കും. ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെയും ട്രെയിലർ എമ്പുരാനൊപ്പം തിയേറ്ററിൽ വരും. അങ്ങനെയൊക്കെ ഗംഭീര സർപ്രൈസുകൾ അവർ തരികയാണ്. എന്തായാലും എമ്പുരാൻ സോഷ്യൽ മീഡിയയിൽ തകർത്ത് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തുടരും സിനിമയിലെ സ്പ്ലെൻഡർ ബൈക്ക് ഓടിച്ചു പോകുന്ന മോഹൻലാലിന്റെ പോസ്റ്ററിൽ ഖുറേഷി അബ്രാമിനെയും സയ്യിദ് മസൂദിനെയും ചേർത്ത് വെച്ച ഫാൻമെയ്ഡ് പോസ്റ്റർ തരംഗമായതും. സിദ്ദിഖുൽ അക്ബർ എന്ന ആരാധകനാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. തരൺമൂർത്തിയും ഈ പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ഇത് വൈറലായി മാറി. ക്രോസ് ഓവർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്, കത്തിച്ചുവിട് അബ്രാം അച്ചായ എന്ന ക്യാപ്ഷനോടെയാണ് തരൺമൂർത്തി പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നതും. എമ്പുരാൻ എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പല സസ്പെൻസുകളും ഉണ്ടെന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാം. എന്തായിരിക്കും ആ സസ്പെൻസ് എന്നതറിയാനുള്ള ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രെയിലർ ഇറങ്ങിയപ്പോൾ അങ്ങനെ ചില സർപ്രൈസ് റോളുകൾ ഉണ്ടാകുമെന്നതിൽ കൂടുതൽ ഉറപ്പ് അവർക്ക് വരികയാണ്. കാരണം അതിലും സർപ്രൈസുകൾ ബാക്കി വെച്ചിരുന്നു. ഡ്രാഗൺ ടാറ്റു വസ്ത്രത്തിലുള്ള ആ ഗ്യാങ് ലീഡർ ആരായിരിക്കും എന്നുള്ള സംശയങ്ങൾ നിൽക്കുമ്പോഴും പല ആൾക്കാരുടെയും പേരുകൾ നമുക്കിടയിൽ തന്നെ ചർച്ചയാണ്. ഹോളിവുഡ് താരം റിക് യൂണാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായി വരുന്ന താരമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കൗണ്ട് ഡൗൺ പോസ്റ്ററിൽ ഇതേ ക്യാരക്ടറിനെ വീണ്ടും അവതരിപ്പിച്ചിരുന്നു. ഇത് വന്നതോടുകൂടി റിക് യൂൺ തന്നെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ ഒരു ക്രേസ്നെസ് നിൽക്കുമ്പോഴാണ് സാക്ഷാൽ മലയാളികൾ നേരെ റിക് യൂണിന്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ എത്തുന്നതും എന്നിട്ട് ഒരു ഫോട്ടോ ചോദിക്കുന്നതും. അത്രയ്ക്കുള്ള ക്രേസ്നെസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? മലയാളികൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്ന് അറിയാനുള്ള ത്വര വളരെ കൂടുതലാണ്. ആ പുറം തിരിഞ്ഞു നിന്നുള്ള പിക്ക് ഇടുമോ, ഒരു കാര്യം നോക്കാനായിരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് റിക് യൂണിനെ സമീപിച്ചവർ വളരെ കൂടുതലാണ്. റിക് യൂൺ അതൊക്കെ കേട്ടോ എന്തോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറുപടി കൊടുത്ത് ഒരു ഫോട്ടോ ഇട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. എന്തായാലും ഗംഭീര സസ്പെൻസുകളും സർപ്രൈസുകളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എമ്പുരാൻ വരുമ്പോൾ ഈ ആകാംക്ഷയൊക്കെ കൂടുതലും പ്രകടമാകുന്നത് ബോക്സ് ഓഫീസിൽ തന്നെയാണ്. കാരണം ഓരോ രാജ്യങ്ങളിലും എമ്പുരാൻ തരംഗമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ മോഹൻലാൽ തീർക്കാൻ പോകുന്ന തരംഗം അത് നിങ്ങളെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം മോഹൻലാലിന്റെ എമ്പുരാൻ ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സെക്കൻഡ് ഓപ്പണിംഗ് ആയി മാറാൻ പോകുന്നു. അതും ബാഹുബലിക്ക് തൊട്ടുപിന്നിൽ. ബാഹുബലി 2 ആണ് ടോപ്പിൽ നിൽക്കുന്നത്. അതിന്റെ തൊട്ടുമുന്നിൽ എമ്പുരാൻ എത്തണമെങ്കിൽ അതും നമ്മുടെ മോളിവുഡിൽ നിന്നും അങ്ങനെ ഒരു സംഭവം സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എമ്പുരാന്റെ തരംഗം എത്രയാണെന്ന്. എമ്പുരാൻ വലിയൊരു സക്സസ് ആകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം അതുപോലുള്ള റിസപ്ഷൻ ആണല്ലോ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ സിനിമ ഒരു ഗംഭീര വിജയമായാൽ തൊട്ടടുത്ത ദിവസം താൻ ചെയ്യുന്ന കാര്യം എന്തായിരിക്കുമെന്ന് പറയുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ്. വിജയപരാജയങ്ങൾ എങ്ങനെയാണ് താൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. വിജയിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാകുമെന്നും എന്നാൽ പരാജയപ്പെടുമ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ട വഴിയെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. താൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണാനും പരിഗണിക്കാനും സാധിക്കണം എന്നതാണ് അത്. എനിക്ക് വലിയ വിജയങ്ങൾ ലഭിക്കുമ്പോൾ എനിക്ക് ഒരു പാർട്ടിയൊക്കെ വെച്ച് ആ വിജയം ആഘോഷിക്കാം, സക്സസ് സെലിബ്രേഷനുകൾ നടത്താം. എന്നാൽ അടുത്ത ദിവസം മുതൽ ഞാൻ എന്റെ സ്പേസിലേക്ക് മടങ്ങണം. ഒരു മാസം ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന ആളല്ല ഞാൻ. വളരെ കാലം ആ ആഘോഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളല്ല. എമ്പുരാൻ മാർച്ച് 27 റിലീസായി അതൊരു ഗ്രാൻഡ് സക്സസ് ആയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. വലിയ വിജയം തന്നതിൽ ഞാൻ സന്തോഷിക്കും. ഞാൻ എന്റെ ക്രൂവിനെ കാണും, അവരുമായി ഭക്ഷണം കഴിക്കും. എന്നാൽ മാർച്ച് 29 അടുത്ത സിനിമയുടെ ഷൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കും. പരാജയം എന്ന് പറയുന്നത് എളുപ്പമാണ്, വിജയമാണ് നമുക്കൊരു ബാഗേജ് ആകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പരാജയപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി ലഭിക്കും. നമ്മൾ പരാജയപ്പെട്ടു, ഇനി എന്താണ് ചെയ്യേണ്ടത്, വീണ്ടും ശ്രമിക്കേണ്ടി വരും, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ സക്സസ് വരുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് മുൻപിൽ, പല വഴികളും ഉണ്ടാകും തിരഞ്ഞെടുക്കാൻ, പല ഡിസിഷനും എടുക്കേണ്ടി വരും. അതോടെ ചിലർക്ക് ഒരു ട്രാക്ക് നഷ്ടമാകും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. സക്സസ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. പരാജയപ്പെടുമ്പോൾ നമ്മളെ എല്ലാവരും കൈവിടും, നമ്മൾ തനിച്ചായിരിക്കും. തീർച്ചയായും അപ്പോൾ നമുക്കൊരു വ്യക്തത വരും. അവിടെ നിങ്ങളും നിങ്ങളുടെ മനസാക്ഷിയും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടി വരും. സക്സസ് എന്ന് പറയുന്നത് തിരക്കേറിയ ഒരു സ്ഥലം പോലെയാണ്. അവിടെ നിങ്ങളുടെ സ്വന്തം ശബ്ദം പോലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എന്നും പൃഥ്വിരാജ് പറയുകയാണ്.